യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല. റസൂലിന്റെ ഹദീസുകൾ ഞാൻ കേട്ടല്ലോ. അനവധി ഹദീസ്. ബീർ പോലും പാൻ പരാക്ക് പാസ് പോലും ഉപയോഗിക്കരുത്. കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു ഖംറിൻ ഹറാം. ഇതൊക്കെ തിന്മയാണ്, ഇതൊക്കെ നിഷിദ്ധമാണെന്ന് മുഹമ്മദ് നബി. തൻ്റെ ജീവിതത്തിൽ സംശയത്തിൻ്റെ വാക്ക് പറയാത്ത മുഹമ്മദ് നബി തൻ്റെ ഉമ്മത്തിനോട് ഞാൻ നിങ്ങളെ ഊരക്ക് പിടിച്ച് നരകത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടാൻ ഒരുങ്ങുമ്പോഴും ഞാൻ ആരെപ്പോലെയാണെന്നറിയോ? ഒരാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് നീങ്ങുന്ന ഒരു വലിയ ശത്രുപടയാളെ കണ്ടു. ഉടനെ അയാൾക്ക് ബോധ്യപ്പെട്ടു, ഈ പടക്കൂട്ടം ശത്രുപടയാളികൾ നാളെ രാവിലെ എൻ്റെ ഗ്രാമത്തിൽ ഇറങ്ങും. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ ഗ്രാമത്തിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഗ്രാമവാസികളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതി അയാൾ ഓടി 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 രാത്രി തൻ്റെ ഗ്രാമത്തിൽ ചെന്ന് പറഞ്ഞു, അന്നജാ അന്നജാ, രക്ഷപ്പെട്ടുകൊള്ളൂ രക്ഷപ്പെട്ടുകൊള്ളൂ, രക്ഷപ്പെട്ടോളൂ രക്ഷപ്പെട്ടോളൂ. ഇതാ ശത്രുക്കൾ ഇവിടെ പടക്കളം വെച്ചിട്ടുണ്ട്. ഇതാ അടുത്ത നാളെ പ്രഭാതത്തിൽ അവർ വീഴുകയാണ്, അവർ ചാടി വീഴും നമ്മളെ നേർക്ക്. അവരൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടിയത് പെറുക്കി കെട്ടി നമുക്ക് പോകാമെന്ന് അയാൾ പറഞ്ഞു. എൻ്റെ ഉദാഹരണം പറയാം. ആരെ ഉദാഹരണം? മുഹമ്മദ് നബി. ഞാൻ ആരെപ്പോലെയാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. ഒരു വിഭാഗം ആളുകൾ അത് വാസ്തവമാണെന്ന് വിചാരിച്ചു. അവർ രാത്രി തന്നെ പുറപ്പെട്ടു, രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അത് കളവാക്കി. അവർ പറഞ്ഞു, ശത്രുക്കൾ അങ്ങനെ കാലം വരെ ഇവിടെ വന്നിട്ടില്ല, ഇനിയെന്ത് വരാനാണ്? അവർ ഫനാമു, അവർ നല്ല സമയം കിട്ടിയിട്ടും അവർക്ക് ആ ഗ്രാമം വിട്ട് പോകാമായിരുന്നു, കിട്ടിയതൊക്കെ പെറുക്കി കെട്ടാമായിരുന്നു. സ്വഹീഹുൽ ബുഖാരി ഇത് പറയുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ ഉദാഹരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്ത് ചെയ്തു? ഫകദ്ദബഹു ത്വായിഫ, വേറെ വിഭാഗം ആളുകൾ കളവാക്കി, അവർ കിടന്നുറങ്ങി. ഫസബ്ബഹുമുൽ ജയ്ഷു വഹലകൂഹും, ഫസബ്ബഹുമുൽ ജയ്ഷു, നേരം വെളുക്കുമ്പോഴത്തിന് ആ ശത്രുപട വരികയും ഈ ജനങ്ങളെ നശിപ്പിക്കുകയും ചെയ്തുവല്ലോ. അതാണ് വമസലി വമസലു മൻ സ്വദ്ദഖനി വകദ്ദബനി, അംഗീകരിച്ചവനെയും അംഗീകരിക്കാത്തവൻ്റെയും എൻ്റെയും ഉദാഹരണം ഇതാണെന്ന് മുഹമ്മദ് നബി. ഞാൻ വിവരം അറിഞ്ഞിട്ട് നിങ്ങളോട് നേരത്തെ വന്ന് പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല. എനിക്ക് റസൂലിൻ്റെ മാർഗം, റസൂൽ പറഞ്ഞത് ശരിയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, വയസ്സായവരിതൊന്നും ഉപയോഗിക്കില്ല. ചെറുപ്പക്കാരെ, നിങ്ങൾ നശിക്കരുത്. നിങ്ങൾ ഈ പള്ളി ഭരിക്കേണ്ടവരാണ്, നിങ്ങൾ മദ്രസ ഭരിക്കേണ്ടവരാണ്, നിങ്ങൾ അടുത്ത തലമുറയിലേക്ക് ദീനിൻ്റെ വെളിച്ചം കാട്ടേണ്ടവരാണ്. നിങ്ങൾ ഉലമാ പറഞ്ഞത് അംഗീകരിക്കണം, നിങ്ങൾ ദീൻ അംഗീകരിക്കണം. നിങ്ങളും ഞാനും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ ഈ സംസ്കാരം തകരരുത്. ഇത് ബാഫക്ക് തങ്ങളുടെ മണ്ണാണ്, ഇത് പൂക്കോയറ്റങ്ങളുടെ മണ്ണാണ്, ഇത് ബഹുമാനപ്പെട്ട അലാഉദ്ദീനുൽ ഹിമ്മസിയുടെ മണ്ണാണ്, ഇത് മുഗീറത്ത് ബിൻ ശുഅബയുടെ മണ്ണാണ്, ഇത് ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മണ്ണാണ്. ഇത് വിജ്ഞാനത്തിൻ്റെ പ്രഫുല്ലമായ വിജ്ഞാനം കൊണ്ട് അറേബ്യയിൽ നിന്ന് കടൽ കടന്നു വന്ന് വിജ്ഞാനത്തിൻ്റെ ഉന്നതമായ ദീപങ്ങൾ മലയാളക്കരക്ക് നൽകിയ വിജ്ഞാനത്തിൻ്റെ പിതാവായ മഖ്ദൂമിൻ്റെ മണ്ണാണ്. റളിയല്ലാഹു അൻഹു. നമ്മൾ നശിക്കരുത്. നമ്മുടെ സംസ്കാരം മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ പുറത്തു വന്ന ഈ നാണം കെട്ടതിന് എതിരെ, കഥകൾക്കെതിരെ പണ്ഡിതന്മാരും ഉമറാക്കളും ജാഗരൂകരാകണം. പണ്ഡിതന്മാർക്കും ഉമറാക്കൾക്കും കടുത്ത കർത്തവ്യങ്ങളുണ്ട്. നമ്മുടെ വീടിനെയും നാടിനെയും ബ്രിട്ടീഷ് വൈസ്രോയി, ആദ്യമായ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ സിന്ധിൽ നിന്ന് താഴെ ഇറങ്ങി ഇന്ത്യ രാജ്യം പിടിച്ചെടുക്കാൻ വന്നപ്പോൾ കുരു കൊണ്ട് പകിട കളിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആ കുരു കൊണ്ട് എറിഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ ഓടേണ്ടി വന്നിരുന്നു. എന്നാൽ അവർ ഞങ്ങളെ എറിയാത്തത് കൊണ്ട് അവർ നിസ്സാരന്മാരാക്കി. ഞങ്ങൾ 4 10 എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യം പിടിച്ചടക്കാൻ കഴിഞ്ഞത്. നിങ്ങളൊക്കെ ഇതാ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എൻ്റെ 1948 മുസൽമാൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രമുണ്ടാക്കിയത് ജർമ്മനിക്കാർ, വെസ്റ്റ് ജർമ്മനിക്കാരും ഈസ്റ്റ് ജർമ്മനിക്കാരും അഡോൾഫ് ഹിറ്റ്ലറുടെ കിരാത ഭരണത്തിൽ നിന്ന് ഇറങ്ങി വന്ന സിസ്റ്റ് ബാങ്ക് ഉണ്ടാക്കിയ ലോകത്തെ നമ്പർ 1 പണക്കാർ
പണം കൊടുക്കുകയും കറുപ്പ് കൊടുക്കുകയും ചെയ്തിട്ട് മയക്കുമരുന്നിനെ അടിമകളാക്കി ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിച്ചതാണ്. ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം മുസ്ലിമീങ്ങളെ നെഞ്ചത്തുണ്ടാക്കിയത് ഫലസ്തീനികളെയും മിസ്രികളെയും കറുപ്പും അവീനും തീറ്റിച്ചത് കൊണ്ടാണ്. ഇത് തമാശയല്ല, ചരിത്രം പരിശോധിച്ച് നോക്കൂ. അറബ് ലോകത്ത് പരിസരത്തിന് കരഞ്ഞു നടക്കുന്ന ഫലസ്തീനി മിസ്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കാണുന്നുണ്ടല്ലോ. ഇവരെ പൂർവ്വപിതാക്കന്മാർ ആ രാജ്യം മയക്കുമരുന്നിന് വേണ്ടി ഇസ്രായേലിന് വേണ്ടി തൻ്റെ തുണ്ട് ഭൂമി വിറ്റ് നശിച്ചു പോയതാണ്. അതുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ വരുമ്പോൾ രണ്ട് കൈയും കടിക്കും. എന്നിട്ട് പറയും യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിർ ഫുലാനൻ ഖലീല. നോക്കൂ ഞാൻ അവസാനിപ്പിക്കുകയാ. യാ ലൈതനി ലം അത്തഖിർ ഫുലാനൻ ഖലീല. ആ കൂട്ടുകെട്ട് എനിക്ക് വർജിക്കാമായിരുന്നല്ലോ എന്ന് പറയും. ലഖദ് അളല്ലനി, എന്നെ പിഴപ്പിച്ചത് എൻ്റെ കൂട്ടുകാരനല്ലേ. കൂട്ടുകാർ കൊണ്ട് നശിക്കുകയാണ് നമ്മൾ ഇന്ന്. പലരും പാൻപരാക്കിന് അടിമപ്പെട്ടു പോയത് കൂട്ടുകാരെ കൊണ്ടാണ്. പലരും ബിയർ കുടിച്ചത് തൽക്കാലം കമ്പനിക്ക് വേണ്ടിയാണ്. പകലും മദ്യത്തിന് അടിമയായി പോയത് കമ്പനിക്ക് വേണ്ടിയാണ്. മോർഫിൻ്റെയും പെത്തഡിൻ്റെയും LSDയുടെയും അടിമകളായി തീർന്നത് മയക്കുമരുന്നിന് കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അതാണ് ലഖദ് അളല്ലൻ യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിർ ഫുലാനൻ ഖലീല. എനിക്ക് ആ കൂട്ടുകെട്ട് അന്ന് ഒഴിവാക്കാമായിരുന്നല്ലോ. ലഖദ് അളല്ലനി, എൻ്റെ കൂട്ടുകാരനല്ലേ എന്നെ പിഴപ്പിച്ചത് എന്ന് രണ്ട് കൈയിനും കടിച്ച് പൊട്ടി മനുഷ്യൻ കരയുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരെ, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ റബ്ബ് തന്നെ കഴിവുണ്ട്. ഈ പകലിൽ ഇല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങളിത് ചിന്തിക്കുക. ഇന്ന് പറയാവുന്നിടത്തോളം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവായി അതിൻ്റെ പിന്നാലെ പോകരുത്. അള്ളാഹിൻ്റെ സന്ദേശമാണിത്. ഇത് മനസ്സിലാക്കണം. നമ്മൾ തകർന്നു പോകരുത്. നമ്മൾ കഅബ പണിതവരാണ്. നമ്മൾ ഭൂമിയുടെ ചരിത്രത്തെ മാറ്റിയെഴുതേണ്ടവരാണ്. നിങ്ങൾ യുവാക്കളെ നിത്യവിശുദ്ധമാം നിങ്ങൾ തൻ നിശ്ചിത പാതയിലൂടവേ പൂക മുന്നോട്ടു മാനവ ജീവിതമന്യൂന സുന്ദരമാക്കുവാൻ. ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലരൻ പൂപ്പോൾ ചിരിക്കുമീ യൗവനം. മുറ്റും കരുത്തുറ്റൊരേതു വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പൊന്നൊരീ യൗവനം. നിങ്ങളിൽ നിങ്ങളറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പൂ നിഗൂഢമായി കാലപ്രവാഹത്തിനൊപ്പമൊഴുകിടും ഒലത്തുരുമ്പുകളാകായി ഗ്വരിക്കലും. പുൽക്കൊടിത്തുമ്പിൽ വിറക്കും ക്ഷണികമാം നീർക്കണമായല്ല നിങ്ങളുച്ഛണ്ഡമായി നിസ്തന്ത്രമെന്നും ഇരമ്പി മറിഞ്ഞിടും വിസ്തൃത സാഗരമായി മാറിയിടുക. അന്യർ തൻ ക്ഷുദ്ര പതാകകളേന്തുവ നല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരേ കയ്യുകൾ. അന്യർ തൻ ചിന്തകൾ ഏറ്റുപറയുക നല്ലല്ല നിങ്ങൾ കനർഗഛേദസ്സുകൾ. ചരിത്രത്തെ മാറ്റിമറിച്ചവർ നിങ്ങളാണ്. യുവാക്കൾക്ക് വേണ്ടിയാണ് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അയ്യിദ് ഹാദദ്ദീന ബിഅഹദിൽ ഉമറൈൻ. ഈ ഉമ്മത്തിന് തകരാൻ പാടില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഈ നാശത്തിൽ നിന്ന് നമ്മളൊക്കെ രാജിയാവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല സഹോദരിമാരും മക്കളെ ഭാഗ്യത്തിന് വേണ്ടി, സന്താന ഭാഗ്യത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞിരുന്നു. അള്ളാഹു താല സന്താന ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു താല മക്കളെ ബുദ്ധിമുട്ട് തീരാനും വീടിൻ്റെ പണിക്കാര്യം എളുപ്പമായി നടക്കാനുമൊക്കെ ദുആ ചെയ്ത് ഇന്നേൽപ്പിച്ച ആളുകളുണ്ട്. അള്ളാഹു താല ആ കാര്യമൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു താല മഈശത്ത് ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. പല ആളുകളും രോഗത്തിൻ്റെ